എൻ്റെ ഇന്നത്തെ യാത്ര മൂന്നാർ വട്ടവട റൂട്ടിൽ കിടക്കുന്ന പാമ്പാട് ഷോല നാഷണൽ പാർക്കിലേക്കാണ്. ഈ നാഷണൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസും അതുപോലെ തന്നെ മനോഹരമായ ഒരു ഫോറസ്റ്റേയും ഉണ്ട്. ഞാൻ ഈ ഫോറസ്റ്റേയിൽ നിന്നിപ്പോൾ എനിക്ക് കിട്ടിയ നല്ല മനോഹരമായ വിഷ്വൽസ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. രാത്രികാലങ്ങളിൽ ഈ റൂമിന് ചുറ്റും കാണുന്ന ഈ കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാണുന്ന ഈ കോടയും മഞ്ഞും തണുപ്പും അതിൻ്റെ അകത്ത് ഈ വരുന്ന കാട്ടുപോത്തിന്റെ കൂട്ടവും അവരുടെ കുട്ടികളും അവരുടെ കളികളും കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. എനിക്ക് നല്ല രസകരമായ വിഷ്വൽസ് പകർത്താൻ കിട്ടി. അത് ഞാൻ ഈ വ്ളോഗിൽ ഏറ്റവും മാക്സിമം പോസിബിൾ രീതിയിൽ ഞാൻ പ്രസന്റും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ശരിക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ മൂന്നാർ വട്ടവട റൂട്ടിലാണ് നമ്മുടെ പാമ്പാട് ഷോല നാഷണൽ പാർക്കിനകത്ത് കിടക്കുന്ന എസ്കേപ്പ് റൂട്ട്. എസ്കേപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാർ കൊടൈക്കനാലിലും കണക്ട് ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിത എസ്കേപ്പ് റൂട്ട് ഇന്ന് ഫുൾ കാട് പിടിച്ച് അടഞ്ഞു കിടക്കുക. അപ്പോൾ ഈ എസ്കേപ്പ് റൂട്ടിലൂടെ ഒരു ട്രെക്കിങ്ങും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു രസകരമായ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയായിരുന്നു. ഈ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഈ വ്ളോഗിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ശരിക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് വ്ളോഗ് കാണാം കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത് മാട്ടുപ്പെട്ടി വട്ടവട റൂട്ടാണ്. അപ്പം നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ട് അവിടെ നിന്ന് വട്ടവട റൂട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം മൂന്നാർ ടൗണിൽ നിന്ന് ഒരു ഏകദേശം 20 മിനിറ്റോളം നമ്മൾ റൈഡ് ചെയ്താൽ നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഏരിയയിലേക്ക് വരാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ടു 1 hour റൈഡ് ഉണ്ടാവും വട്ടവടയ്ക്ക്. അപ്പം അത് ടോപ്പ് സ്റ്റേഷൻ കൂടിയാണ് വട്ടവടയ്ക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. ഇപ്പം നിങ്ങൾ റോഡിൻ്റെ 2 വശത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ കാണാൻ കിട്ടും. ഇത് രസമല്ലേ? അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ നല്ലൊരു ഫീലാണ് ശരിക്കും. നമ്മുടെ നേരത്തെയുള്ള മലക്കപ്പാറ വ്ളോഗ് പോലെ തന്നെ നമുക്കിപ്പോൾ തേയിലത്തോട്ടങ്ങളിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് മലക്കപ്പാറയിലൊക്കെ കുറേ അധികം തേയിലത്തോട്ടങ്ങളുണ്ട് മൂന്നാർ സൈഡ്. ഇതിപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ വഴിയൊക്കെ അല്പം മോശമാണ്, റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നല്ല പൊടിയൊക്കെ ഉണ്ട്, അതിനൊപ്പം തന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ എനിക്ക് ഈ കോടയൊക്കെ കാണാൻ പറ്റുന്നത്, കോട ഇറങ്ങി നിൽക്കുന്നത്. ഇത് ആക്ച്വലി മൂന്നാറിലെ വളരെയധികം ഉയരം കൂടിയ സ്പോട്ടുകളിലൊന്നാണത്. കോടയൊക്കെ നിൽക്കുന്നുണ്ട്, എന്ത് രസമല്ലേ? ഞാൻ മൂന്നാർ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ടോപ്പ് സ്റ്റേഷനിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. പല പ്രാവശ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ തിരക്കൊക്കെ കണ്ട് ഇങ്ങനെ കയറിയിട്ടില്ല അങ്ങനെ അധികം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടോപ്പ് സ്റ്റേഷൻ കാണുന്നത്. അടിപൊളി വ്യൂ ആട്ടോ. അവിടെ നല്ല ഉയരത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് ഫുള്ള് മൂന്നാറിൻ്റെ ഇങ്ങനെ വാലി നമുക്ക് കാണാൻ പറ്റുന്നു. നല്ല രസം. നല്ല രീതിയിൽ കോട വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് താഴത്തേക്കൊന്നും ഒരു വ്യൂ കാണുന്നില്ല. ടോപ്പ് സ്റ്റേഷൻ സംഭവം നല്ല ഹൈറ്റിലൊക്കെയാണ്, ബട്ട് ഇപ്പം നല്ല കോട കവറഡാണ് ഈ എല്ലാ സൈഡും. അതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നല്ല സീനിക് ആയിട്ടുള്ളൊരു വാലിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന്. പക്ഷെ ഇതിപ്പോൾ കാണാൻ പറ്റുന്നില്ല, എല്ലാ സൈഡും കോടയാണ്. അവിടെ കംപ്ലീറ്റ് കോടയാണ്. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒന്നും കാണില്ല. ഈ കോട മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യണം. അത് നമുക്ക് 3 മണിയാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞേക്കുന്നത് നാഷണൽ പാർക്കിൽ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് അവിടെ സ്റ്റേയിലെത്തണം. അപ്പോൾ സമയം 2 മണിയാണ് പറയുക. അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാമെന്ന് വെച്ചു. നമ്മളങ്ങനെ പാമ്പാട് ഷോല നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് സ്ട്രെയിറ്റ് കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഇവിടെ നിന്നൊരു പാസ് ഇഷ്യൂ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഇവരുടെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേ പ്രോഗ്രാം പാക്കേജായിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ പാസ് ഇഷ്യൂ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റേൻ്റെ അവിടെ ആൾ വരും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ നമുക്ക് പാസ് ഇഷ്യൂ ചെയ്ത് കിട്ടി. ഇനി നമ്മൾ ചെക്ക് പോസ്റ്റ് കിടന്ന് നാഷണൽ പാർക്കിലേക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് പോകാൻ പോകണം. അവിടെ ലെഫ്റ്റ് സൈഡിലൊരു കവാടം കാണുന്നില്ലേ, അതാണ് മൂന്നാർ കൊടൈക്കനാൽ എസ്കേപ്പ് റൂട്ടിൻ്റെ എൻട്രൻസ് പോയിന്റ്.
എസ്കേപ്പ് റൂട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഈ വരവിൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ നമ്മൾ പാമ്പാട് ഷോള നാഷണൽ പാർക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു. റോഡിൻ്റെ രണ്ട് സൈഡും നിങ്ങൾക്ക് നല്ല തിക്ക് ഫോറസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഷോള ഫോറസ്റ്റ്. പാമ്പാട് ഷോള നാഷണൽ പാർക്ക് എന്നുള്ള പേര് വരുന്നത് തന്നെ ഇവിടെ ഷോള വനങ്ങളാണ് കാണപ്പെടുന്നത്. ഞാൻ പണ്ട് കൊടൈക്കനാലിൻ്റെ വ്ളോഗിലും പറഞ്ഞായിരുന്നു, കൊടൈക്കനാലിൽ ആ ഏരിയയിലൊക്കെ ഷോള ഫോറസ്റ്റ് ഉണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ ഗുണ കേവിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ടൈപ്പ് മരങ്ങൾ ഷോള ഫോറസ്റ്റ് ടൈപ്പിൽ പെട്ടേക്കുന്ന മരങ്ങളാണ് അവിടെ കാണുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് വളരെ ഇനിഷ്യറ്റായിട്ടൊരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റമാണ് ഷോള ഫോറസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ പാമ്പാട് ഷോള നാഷണൽ പാർക്കിൽ വന്നതിൻ്റെ വേറൊരു അജണ്ടയും കൂടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നീലഗിരി മാർട്ടിനെ അധികം സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയയും കൂടിയാണ് പാമ്പാട് ഷോള നാഷണൽ പാർക്ക്. നമുക്ക് നീലഗിരി മാർട്ടിൻ്റെ ഒരു സൈറ്റിംഗ് ഗവിൻ്റെ ഒരു വ്ളോഗ് ഞാൻ നേരത്തെ ലാസ്റ്റ് ഇയർ ചെയ്തായിരുന്നു. അതെനിക്ക് ഗവിയിൽ വെച്ചിട്ട് സഫാരീൻ്റെ സമയത്ത് നീലഗിരി മാർട്ടിനെ കാണാൻ പറ്റി. ബട്ട് ഇവിടെ നീലഗിരി മാർട്ടിൻ്റെ സൈറ്റിങ്ങിന് സാധ്യത ഭയങ്കര കൂടുതലാണെന്നാണ് പറയുന്നത്. അറിയില്ല ഇനിയിപ്പോൾ കാണാൻ കിട്ടുമോ ഇല്ലയോ എന്ന്. ലക്ക്. ഓക്കെ, അങ്ങനെ ഇതിപ്പോൾ നമ്മൾ പാമ്പാട് ഷോള നാഷണൽ പാർക്കിനുള്ളിൽ കൂടെ ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് റൈഡ് ചെയ്താൽ തന്നെ നമ്മുടെ സ്റ്റേൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തും. ഈ റോഡ് തന്നെയാണ് വട്ടവടയ്ക്ക് പോകാനും, ഇത് ചെക്ക് പോസ്റ്റ് കടത്ത് പോയാൽ മതി. ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്ന പാമ്പാട് ഷോള നാഷണൽ പാർക്കിലെ ഈ പാക്കേജിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ഓപ്പൺ ഗ്രാസ് ലാൻഡ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങ് ദൂരത്തേക്ക് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗ്രാസ് ലാൻഡും ആ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ റോട്ടിൽ കൂടെ നിങ്ങൾ വണ്ടി ഓടിച്ച് ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഈ വട്ടവട എത്തുന്നവരെ സ്റ്റോപ്പ് ചെയ്യാൻ അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവും. നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതാണ് പാമ്പാട് ഷോള നാഷണൽ പാർക്കിൻ്റെ ഇക്കോ ടൂറിസം ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ വരുന്നത്. ആ ലെഫ്റ്റിൽ കാണുന്ന കോട്ടേജുകളാണത്. അവിടെ ഡോർമിറ്ററികളും വരുന്നുണ്ട്. അപ്പോൾ നേച്ചർ ക്യാമ്പിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവിടെ ആണ് അവരുടെ അക്കോമഡേഷനൊക്കെ വരുന്നത്. ഈ കാണുന്ന ആ കവാടം കൂടി അകത്തേക്ക് പോകുമ്പോഴാണ് ആ സ്ഥലങ്ങൾ വരുന്നത്. നമ്മുടെ സ്റ്റേ വരുന്ന റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലൊരു കോട്ടേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. നമ്മൾ സ്റ്റേക്ക് എടുത്തേക്കുന്ന സൈത്യ എന്ന് പറഞ്ഞൊരു റൂം കാറ്റഗറിയാണ്. ഇത് 2 ബെഡ് റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ 5 ബെഡ് ഉള്ള റൂമുകളും ഉണ്ട്. വേറെ ഏതൊക്കെയോ ഗസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റൂം, സൈത്യ കാറ്റഗറി. പിന്നെ എൻ്റെ അപ്പുറത്ത് തന്നെ കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട്. ഇത് രണ്ടും ഡബിൾ ഷെയറിങ് റൂമാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കി എന്ത് അടിപൊളി വ്യൂ ആണെന്ന് നോക്കി അങ്ങോട്ടേക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ഈ കോട്ടേജിൻ്റെ എല്ലാ സൈഡും നമ്മളിങ്ങനെ ചുറ്റി നടന്നിങ്ങനെ നോക്കി. വലിയൊരു കോട്ടേജ്. ഇവിടെ 5 ഷെയറിങ് റൂമുകളും ഉണ്ട്. നമ്മുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോണേ. ഇതാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. റൂം കാറ്റഗറി സൈത്യ എന്നാണ് എൻ്റെ പേര്. ഇത് 2 ഷെയറിങ് റൂമാണ്. ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു റൂം തന്നെയാണ്. ബെഡും ബ്ലാങ്കറ്റൊക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വാഷ്റൂം വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് വാഷ്റൂമും ഉണ്ട്. ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ്. ഞാൻ ഔട്ട് സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ എടുത്ത് കാണിച്ചു തന്നെ. ഈ മലകളുടെ ഇടയിൽ ഈ ചെറിയൊരു കോട്ടേജ് കാണാൻ നല്ല ഭംഗിയല്ലേ. മലയിലൊക്കെ കോട ഇറങ്ങി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ബൈക്ക് ഓടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്ന വഴിയായി കാണുന്നത്. നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഇങ്ങനെ കുറച്ച് കുരങ്ങന്മാരെ കാണാൻ കിട്ടുന്നുണ്ട്. ഇവന്മാർ ഗ്രൂപ്പായിട്ട് വന്നേക്കാം. ഇപ്പോൾ ഇവിടെ പുതിയൊരാൾ വന്നു എന്ന് അറിഞ്ഞിട്ട് അവന്മാരൊക്കെ കൂടെ ടീമായിട്ട് വന്നേക്കാം. ഇവന്മാർ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരെന്ന് തോന്നുന്നു. ഇപ്പം ഗസ്റ്റ് വന്നു എന്ന് അറിഞ്ഞിട്ട് അവന്മാർ സ്വീകരിക്കാൻ വേണ്ടി വന്ന പോലെയുണ്ട്. ഇവിടെ കുഞ്ഞി കുരങ്ങുകളൊക്കെ ഉണ്ട്. എൻ്റെ ഇത് കണ്ടോ? എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ. ഇവന്മാരുടെ ഇങ്ങനെ കളിയും കുസൃതിയൊക്കെ ഞാൻ നോക്കി നിൽക്കായിരുന്നു.
കുറേ ഉണ്ട് കേട്ടോ ഇവര്. എന്നോട് പ്രത്യേകം ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞായിരുന്നു, വാതിലും ജനലൊക്കെ അടച്ചിട്ടേക്കണം, ഇവന്മാരെ ഏത് നിമിഷം അകത്ത് കയറാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് റൂമിൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന സീനറി ഇതാണ്. അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അവിടെ അങ്ങ് മേലെ അവിടെ ലോഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ തന്നെ വേറൊരു ക്യാബിൻ ടൈപ്പായിട്ടുള്ളൊരു അക്കോമഡേഷനും ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ അതിൻ്റെ അടുത്ത് മഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അക്കോമഡേഷനും ഉണ്ട്. അതങ്ങ് മുകളിലാണ് വരുന്നത്. നമ്മളെടുത്തേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് മുകളിലേക്ക് പോകാനുള്ള വഴി ഇതിൽ മുകളിലേക്ക് പോകാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ അല്ലേ ഇവിടെ. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള ഓഫീസർമാരോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ ഈ കാണുന്ന പുൽമേടിലൊക്കെ കാട്ടുപോത്തും പിന്നെ കരിങ്കുരുങ്ങും പിന്നെ അങ്ങനെ മാനോ മ്ലാവോ അങ്ങനെയുള്ള വൈൽഡ് അനിമൽസൊക്കെ വരാറുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനിലും കൂടി ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈം ആകുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്സ് കാണാൻ പറ്റും എന്നുള്ളത്, നല്ല വിഷ്വൽസ് കിട്ടും എന്നുള്ളത്, നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്. കോട്ടേജിൻ്റെ ബാക്ക് സൈഡിൽ ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ മലകളൊക്കെ എൻ്റെ ബാഗിൽ കാണാൻ എന്ത് രസമാണ്. അങ്ങ് ദൂരത്തേക്ക് നോക്കി അവിടെ ലോഗ് ഹൗസൊക്കെ നിൽക്കുന്നുണ്ട്. അത് കണ്ടോ, അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതാണ് കേട്ടോ എസ്കേപ്പ് റൂട്ടിൽ വരുന്ന വാച്ച് ടവറാണ് കാണുന്നത്. ഈ കാണുന്ന മലേൻ്റെ ബാക്ക് സൈഡ് കൊടൈക്കനാലാണ്. ആക്ച്വലി മൂന്നാറിന്ന് കൊടൈക്കനാലിലേക്ക് വലിയ ദൂരമില്ല. നമ്മളിവിടെ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ബേസിക്കലി ഈ വരുന്ന പാമ്പാടി ഷോല നാഷണൽ പാർക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് എസ്കേപ്പ് റൂട്ട്. അതായത് ബേസിക്കലി പാമ്പാടി ഷോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് എസ്കേപ്പ് റൂട്ടിലേക്കുള്ള ആക്സസ് വരുന്നത്. എസ്കേപ്പ് റൂട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ വേൾഡ് വാറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയൊരു റോഡാണത്. അത് കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു ഷോർട്ട് കട്ടാണ് ബേസിക്കലി അത്. ഈ കാണുന്ന മലേൻ്റെ ബാക്ക് സൈഡ് കൊടൈക്കനാലാണ് ശരിക്കും. ഓക്കെ, ഇതിൻ്റെ ബാക്ക് കൊടൈക്കനാലാണ് വരുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പണ്ട് ഉണ്ടാക്കിയൊരു വഴിയാണ് എസ്കേപ്പ് റൂട്ട്. അപ്പോൾ എസ്കേപ്പ് റൂട്ട് ഇരിക്കുന്നത് പാമ്പാടി ഷോല നാഷണൽ പാർക്കിൻ്റെ അകത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ചെക്ക് പോസ്റ്റില്ലേ, അവിടെ നിന്ന് ആണ് ഉള്ളിലേക്കാണ് എസ്കേപ്പ് റൂട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ എസ്കേപ്പ് റൂട്ടും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു വണ്ടിയിൽ അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിൽ നമ്മളെ കുറച്ച് ദൂരം വരെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങ് മുകളിലൊരു ചെക്ക് പോസ്റ്റ്, ഒരു വാച്ച് ടവർ കാണുന്നുണ്ട്. ഓക്കെ, അത് ആണ് എസ്കേപ്പ് റൂട്ടിൻ്റെ അവിടെയുള്ള വാച്ച് ടവർ. നിങ്ങൾ ചിലപ്പോൾ വേറെ വീഡിയോസൊക്കെ ബ്ലോഗുകളിൽ കണ്ടിട്ടുണ്ടാകും എസ്കേപ്പ് റൂട്ടിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് വന്നില്ല, ആ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇത് അവിടം വരെ വരും. അവിടം വരെയാണ് ഇപ്പോൾ നിലവിൽ ആക്സസ് ഉള്ളത് എസ്കേപ്പ് റൂട്ടിൻ്റെ. പക്ഷേ ആ റൂട്ട് ഇങ്ങനെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആ മല കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റും. ബട്ട് അത് ഫുള്ള് കാട് പിടിച്ചെടുക്കാം, അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. ബേസിക്കലി ആ എസ്കേപ്പ് റൂട്ടിൽ കൂടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് വനംവകുപ്പിൻ്റെ വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിൻ്റെ പെർമിഷനോട് കൂടെ മാത്രം നമ്മളിപ്പോൾ ആ പെർട്ടിക്കുലർ എസ്കേപ്പ് റൂട്ടിൻ്റെ ആ സഫാരിക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ റൂട്ട്. അല്ലാത്തവർക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത് കയറാൻ അലൗഡ് അല്ല. പിന്നെ ട്രക്കിംഗ് ഓപ്ഷൻ ഉണ്ട്, എനിക്കറിയില്ല. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ചെന്ന് എൻക്വയറി ചെയ്യുന്നതായിരിക്കും. ഞാൻ എസ്കേപ്പ് റൂട്ട് എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. ഞാൻ അവിടെ തന്നെ നോക്കുന്ന നേരം കൊണ്ട് ഇതാ 2 കരിങ്കുരങ്ങ് നിന്ന് ചാടി മരത്തണ്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അവന്മാർ അപ്പളേക്കും തന്നെ ചാടി ആ മരത്തിലേക്ക് ചാടിപ്പോയി. ഞാനിവിടെ ചെക്കിങ് ചെയ്ത സമയത്ത് ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ സാറായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീൽഗിരി മാർട്ടിൻ്റെ സൈറ്റിംഗ് ഇവിടെ ചിലപ്പോൾ കിട്ടാറുണ്ട്. അധികവും മഡ് ഹൗസും ആ സൈഡിലേക്ക്, അതായത് മുകളിൽ ആ സൈഡിലേക്കൊക്കെയാണ് അധികം സൈറ്റിംഗ് കിട്ടുന്നത്. പക്ഷെ ഇവിടെയും കിട്ടാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എസ്കേപ്പ് റൂട്ടിലും നീൽഗിരി മാർട്ടിനെ കാണാൻ കിട്ടാറുണ്ട് പലപ്പോഴും. നമ്മൾ ഗവിയിൽ ഒരു വ്ളോഗ് ചെയ്തില്ലായിരുന്നോ, ഗവി പോയതിൻ്റെ സഫാരി വ്ളോഗ്, അതിൻ്റെ അകത്ത് നമുക്ക് നീൽഗിരി മാർട്ടിൻ്റെ സൈറ്റിംഗ് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ പൂക്കളിലൊക്കെ ഒരു കൂട്ടം തേനീച്ചകൾ വന്ന് തേൻ കുടിക്കുന്നത് കണ്ടോ. എന്ത് രസമായിട്ട് ഭയങ്കര ബിസി ആയിട്ട് ഓരോ പൂക്കളിലൊക്കെ പോയിട്ട് തേനിങ്ങനെ പറന്ന് നടന്ന് കുടിക്കുക. ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് കേട്ടോ. ഒരു ഫുൾ തേനീച്ച കൂടെ ഇറങ്ങി വന്ന് തേൻ കുടിക്കുന്ന പോലെയുണ്ട് ഇവിടെ.
ഞാൻ ഈറ്റിങ്ങളുടെ ഈ മൂവ്മെൻറ്റുകളൊക്കെ നോക്കി ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുക. ഞാൻ ആ വിഷ്വൽസൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ഞാൻ നേരത്തെ താഴത്തുനിന്ന് കാണിച്ച ആ മഡ് ഹൗസ്. ആ കുന്നിൻ ചെരുവിൽ 2 സ്റ്റേകൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് മഡ് ഹൗസ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബൈസൺ ലോഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 റൂമുകളുണ്ട്. എന്താ ഇവിടെ ട്രഞ്ചൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇവിടം വരെ ഈ കുന്നിൻ കയറി വന്ന് ഈ 2 സ്റ്റേകളോടൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ് ഇതാ അവിടെ താഴത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. വൈകുന്നേരമായി കഴിയുമ്പോൾ ഇവിടെ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആനയും വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. ഒരു ഏകദേശം 5 മണി 5:30 സമയമാകുമ്പോഴേക്കും വരേണ്ടതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചുറ്റും കാണുന്നതാണ് പാമ്പാട് ഷോല നാഷണൽ പാർക്ക്. നമ്മുടെ ചുറ്റും കാണുന്നതാണ് പാമ്പാട് ഷോല നാഷണൽ പാർക്ക്. ചെറിയൊരു നാഷണൽ പാർക്കാണ്. തേക്കടിയോ പെരിയ ടൈഗർ റിസർവോ ഒക്കെ പോലത്തെ വലിയൊരു നാഷണൽ പാർക്കല്ല, ചെറിയൊരു നാഷണൽ പാർക്കാണ്. അങ്ങനെ സമയം 6 മണിയായി. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. കിലുക്കൻ സിനിമയിൽ പറഞ്ഞ പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല. ഇതുവരെ കാട്ടുപോത്തുകളൊന്നും കാണാൻ കിട്ടിയില്ല. അവിടെ ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങി സൈഡിലൊക്കെ. എന്തായാലും ഇപ്പോൾ ഒരു ഈവനിങ് ടൈം അതിൻ്റെ ഒരു ചില്ലി വെതർ വന്ന് തുടങ്ങി. ചെറുതായിട്ട് ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഒന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല, കുറച്ച് രാത്രി ആകുമ്പോഴേക്കും നല്ലോണം തണുക്കുന്ന തോന്നുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞ മക്കളെ, ഇതാ അവിടെ നിന്ന് നടന്നു തന്നെ കണ്ടോ, ആരാ? കാട്ടുപോത്തുകൾ 2 ഉണ്ട്. അവിടെ ഒരു ചെറിയ കുട്ടിയും ഉണ്ട് അവരുടെ കൂടെ. അവരാ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൻ്റെ സൈഡിലേക്കാണ് നടന്നു വരുന്നത്. അത് ഞാൻ നടന്ന് മെല്ലെ നമ്മുടെ സൈഡിലേക്ക് വരും. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഏറ്റവും ഇഞ്ചി നടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ കോട്ടേജിൻ്റെ സൈഡിലേക്കൊക്കെയാണ് നടന്നു വരാൻ പോകുന്നതെന്ന് ഒന്ന്. ഇതാ എന്നെ കണ്ടപ്പോൾ തന്നെ ഒരെണ്ണം അവിടെ നിന്ന്. ഞാൻ നിന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് അവിടെ ഒരെണ്ണം കാട്ടുപോത്ത് നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഞാൻ ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കണ്ടില്ല പെട്ടെന്ന്. ഇതിപ്പോൾ ആ വണ്ടീൻ്റെ റൈറ്റിലേക്ക് കാണുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു കാട്ടുപോത്തിൻ്റെ കൂട്ടം തന്നെ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് നടന്നു വന്നു. അവരവിടെ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുക. ബാക്കിലൊക്കെ കുറേ കണ്ണുകൾ തിളങ്ങണം കണ്ടോ, വേറെ കാട്ടുപോത്തുകൾ നിൽക്കുന്ന ബാക്കിൽ. ഞാൻ ഭാഗ്യത്തിന് ടോർച്ച് കൊണ്ടത് നന്നായി വീട്ടിൽ നിന്ന്. ഇങ്ങനെ രാത്രി സൈറ്റിങ്സ് ഉണ്ടാവുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ടോ. ഫ്രണ്ടിൽ നിൽക്കുന്നൊരു വലിയൊരു മെയിലാട്ടോ. പണ്ട് ഞാൻ ഗവി വ്ളോഗിൽ ചെയ്ത അതിൻ്റെ അകത്ത് ഒരു മെയിൽ കാട്ടുപോത്തിനെ കാണിച്ചിരുന്നു, വലിയ മെയിൽ കാട്ടുപോത്ത. അതുപോലെ ഒരു സൈസ് സാധനമാണ് യമണ്ടൻ്റെ ഒരു കാട്ടുപോത്ത്. അത് പുള്ളി നല്ല കൂളായിട്ട് നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുക. ഇന്ന് നടന്ന് അടുത്തേക്കാണ് വരുന്നത്. ബാക്കിൽ വേറെയും കുറെ കാട്ടുപോത്തുകളുണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ, വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. കാട്ടുപോത്തുകളെ കണ്ട് ഇന്ന് ഡിന്നറിൻ്റെ നേരമായി. നമുക്ക് ഡിന്നർ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഡിന്നർ നമുക്ക് വരുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാത്രി നല്ല തണുപ്പായിരുന്നു. പൊതിച്ചും കൂടി കിടന്നുറങ്ങി. രാവിലെ ഒരു 6:30 മണി സമയമായിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഇതൊക്കെ കാഴ്ചകൾ കാണാനുള്ളത്. ഇത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കുന്ന നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ രാത്രി കിടക്കണമെങ്കിൽ മുന്നായിട്ടൊക്കെ പുറത്ത് ലൈറ്റൊക്കെ അടിച്ച് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കുറേ കാട്ടുപോത്തുകൾ കൂട്ടമായിട്ട് ഇവിടെ ഈ സൈഡൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ സ്റ്റേൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ പുറത്തൊക്കെ ആയിട്ട് രാത്രി കാട്ടുപോത്തുകളൊക്കെ വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് സൈറ്റിങ്ങൊക്കെ കിട്ടിയായിരുന്നു രാത്രി.
ഞാനതിന് ഇപ്പൊ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ അവസാനിക്കുകയും മുന്നേ തന്നെ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാട്ടുപോത്തിന്റെ കൂട്ടം നിന്ന് പുല്ല് നിന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു പുള്ളി എന്നെ തന്നെ നോക്കി നിൽക്കാം. അവിടെ എന്നെ തന്നെ നോക്കി നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ പുല്ല് തിന്നുന്നുണ്ടെങ്കിലും ഒരാളിങ്ങനെ എന്നെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടോ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കി. അപ്പൊ അമ്മമാര് എന്നെ ഭയങ്കര വാച്ച്ഫുൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പയ്യെ ഒന്ന് നീങ്ങി നിന്നെ. അമ്മമാരെല്ലാം ചാർജ് ചെയ്യുകയല്ലേ ചെയ്ത് കഴിഞ്ഞാലോ. ഗൈസ്, രാവിലെ തന്നെ നമുക്ക് നല്ല സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോട്ടേജിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ കണ്ട സൈഡിൽ ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടം തന്നെയുണ്ട് ഇവിടെ ഫുള്ള്. നമ്മുടെ നേരത്തെ നമ്മളെ നോക്കി നിന്നിരുന്ന പുള്ളി ഇപ്പോഴും നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെയാ അവിടെ ചെയ്യുന്നതെന്ന് നോക്കി ഞാൻ അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലാണോ തോന്നുന്നു. ഞാനിങ്ങനെ കോട്ടേജിന്റെ ചുറ്റും ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ വേറെയും കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങൾ എവിടെ ഉണ്ടെന്ന് പുല്ല് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ അവരുടെ അടുത്തൊക്കെ ചെന്ന് വിഷ്വൽസ് ഒക്കെ എടുത്തു നോക്കി. അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടുത്തെ സാർമാരോടൊക്കെ ചോദിച്ചു ഈ കാട്ടുപോത്തുകൾ വല്ല അഗ്രസീവ് ആവോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കി. അപ്പൊ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കാരണം ഇവിടെ സ്ഥിരമായി വരുന്ന ഗസ്റ്റുകളെ കണ്ട് കാട്ടുപോത്തുകൾക്ക് ഇവിടെ വരുന്ന ആൾക്കാരോട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അവര് അങ്ങനെ വലിയ ഡിസ്റ്റർബ്ഡ് ആവാറില്ല. അപ്പൊ അതായത് നമുക്ക് ധാരാളം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ബട്ട് എന്നാലും ഇതൊരു വൈൽഡ് അനിമലാണ്. അപ്പൊ നിങ്ങൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് തന്നെ നിൽക്കാം. അവർ നല്ല കൂളായിട്ട് നിന്നവിടെ പുല്ല് നിന്ന്. ഞാനെന്നുള്ള ഒരു വ്യക്തി ഇവിടെ നിന്ന് അവരെ ഫോട്ടോ എടുക്കുന്നത് അവർക്കൊരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇതാ ഒരു കാട്ടുപോത്ത് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ അവരെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നോക്കുന്നുണ്ട്. ഇനി നല്ല കൂളായിട്ട് നടന്നു പോകുന്നത്. അതാ ഒരു കുട്ടി ഓടി വരുന്നുണ്ട്. കണ്ടു നമ്മുടെ പശുക്കുട്ടി പോലെയുണ്ട്. അതാ ഫുള്ള് ഗ്രൂപ്പ് അങ്ങ് ഓടി വരുന്നുണ്ട്. രാവിലത്തെ ഈ ആംബിയൻസിൽ ഈ നാഷണൽ പാർക്കിലെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ കോടയൊക്കെ വന്ന് നിൽക്കുന്ന ഈ പുൽമേട കാണാനൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. അതുപോലെ ഈ പുല്ലിലൊക്കെ രാവിലത്തെ ഈ മഞ്ഞ് തുള്ളികൾ വീണ് കിടക്കുന്ന ഈ കാണുന്നത് എന്തൊരു രസാല. ഇതാണ് ഇവിടുത്തെ ഇന്റർപ്രിട്ടേഷൻ സെന്ററും ഇക്കോ ടൂറിസത്തിന്റെ ഓഫീസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ മെയിൻ ഗേറ്റും. രാവിലത്തെ ഒരു ആംബിയൻസിൽ ഇത് ഈ നാഷണൽ പാർക്ക് കാണാൻ ഒരു വേറെ ലെവൽ വൈബാ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. രാവിലെ തന്നെ ഇഡലിയും ചമ്മന്തിയാണ് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലത്തെ മഞ്ഞൊക്കെ ഉരുകി തുടങ്ങി, വെയിൽ തെളിഞ്ഞു വന്നു. അപ്പൊ ഈ നീരാവിയായിട്ട് പൊന്തി വരുന്നുണ്ട് ഈ മഞ്ഞൊക്കെ. എന്ത് ഭംഗിയാ നോക്കിയാ കാണാൻ. നല്ല സൂപ്പർ വിഷ്വൽസ് അല്ല. അങ്ങ് ദൂരത്ത് ആ പുൽമേട്ടില് നമുക്ക് ചെങ്കീരിന്റെ സൈറ്റിംഗ് കിട്ടി കേട്ടോ. ഇതാ കണ്ടോ, ആശാൻ അവിടെ എന്തോ തപ്പി നടക്കുന്നുണ്ട്. സ്ട്രൈപ്പ് നെക്ക് മംഗൂസ് എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെ. ഒമ്പത് മണിയായപ്പോൾ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് നമ്മളിത് ആ എസ്കേപ്പ് റൂട്ട് ട്രക്കിംഗ് പോകാനായിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഗേറ്റ് കടന്നാണ് നമ്മൾ എസ്കേപ്പ് റൂട്ടിലേക്ക് പോകാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഒരു ഗൈഡും വരും കേട്ടോ എസ്കേപ്പ് റൂട്ട് പോകാൻ ട്രക്കിംഗ്. ഫൈനലി എസ്കേപ്പ് റൂട്ട്, ഹിയർ വി കം. സാറിൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് മുരുകൻ. നമ്മുടെ ഇവിടെ മുരുകൻ സാറാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗ്രേറ്റ് എസ്കേപ്പ് ട്രെയിലാണ് പോകുന്നത്. ഇത് പഴയ ബ്രിട്ടീഷുകാർ പണ്ട് വേൾഡ് വാറിൻ്റെ സമയത്ത് പണിത എസ്കേപ്പ് റൂട്ടാണ്. മൂന്നാർ കൊടൈക്കനാൽ എസ്കേപ്പ് റൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ
ഇവിടെ വരുന്ന പാമ്പാടി ഷോല നാഷണൽ പാർക്കിൽ വരുമ്പോൾ ഈ ഒരു സംഭവം കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ നടക്കണം. ഇത് കണ്ടു, ഇതാണ് റോഡ് വരുന്നത്. വണ്ടികൾക്കൊന്നും അങ്ങനെ അധികം പോകാൻ പറ്റില്ല. ഇവിടെ എന്തോ ജീപ്പൊക്കെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പ് മാത്രമേ ഇവിടെ പോകാറുള്ളൂ. അതൊരു കുറച്ച് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ വരെ നമുക്ക് പോകാൻ പറ്റില്ല. എനിക്ക് എത്ര കിലോമീറ്റർ? അത് 3 കിലോമീറ്ററാ. അപ്പോൾ ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ മൊബൈൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ വരെയാണ് നമുക്ക് നടന്ന് വാച്ച് ടവർ വരെ, അവിടെ വരെ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ എസ്കേപ്പ് റൂട്ട്. പിന്നെ പഴയ കല്ലൊക്കെ, എന്തോ സർവേ കല്ലൊക്കെ പോലെ, ഇത് പണ്ട് കാലത്തെ മാർക്കിങ്ങിന് എന്തോ കല്ലൊക്കെയാണ് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. ഈ വഴിയൊക്കെ ഉണ്ടോ? പാമ്പാടി ഷോല നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഷോള വനങ്ങളാണ് ഇവിടെ വരുന്നത്. ബേസിക്കലി ഈ കാണുന്ന മരങ്ങളൊക്കെ കാണുന്നതൊക്കെ ഷോള ഒറിജിനലെ മരങ്ങളാണ് ഇവിടെ ഈ കാണുന്നത്. ഒരു പ്രത്യേകതരം മരങ്ങളാണത്. അങ്ങോട്ടേക്കൊക്കെ കാടാണ്. ഈ വഴി വീഡിയോഗ്രാഫിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് നല്ല ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാട്ടിലൂടെ പാസ് ചെയ്യുന്നൊരു കൊച്ചു വഴി കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു എൻചാൻറ്റിങ് ഫീലാണ് വരുന്നത്. 2 സൈഡ് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, വളരെ കുറച്ച് സ്ഥലം മാത്രമേ സൂര്യപ്രകാശം വീഴുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ. നിങ്ങൾ ശരിക്കും ഇവിടെ വന്ന് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നമ്മൾ നടക്കുന്ന വഴി ഇങ്ങനെ ഒരു മയിൽക്കുറ്റി കണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാൽ 58 കിലോമീറ്ററിന്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചതാവാനാ സാധ്യത ഈ മയിൽക്കുറ്റി. അതുപോലെ തന്നെ നമുക്കിവിടെ ആനച്ചുറി തന്നെ കാണാൻ കിട്ടിയായിരുന്നു. ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഇത് അങ്ങനെ അധികം കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. ഇവിടെ നല്ലൊരു കാട്ടരുവി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന അത്. നമ്മുടെ കൂടെയുള്ള ഗൈഡ് സാറ് പറഞ്ഞായിരുന്നു ഈ കാട്ടരുവിയിലെ വെള്ളം നല്ല ഫ്രഷാണ്, ധൈര്യമായിട്ട് എടുത്ത് വേണം കുടിച്ചു നോക്കിക്കോളാൻ. അങ്ങനെ ഞാൻ ഈ അരുവിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ തീരുമാനിച്ചു. ഗൈസ്, അപ്പോൾ നമ്മുടെ എസ്കേപ്പ് റൂട്ടിൻ്റെ ഫൈനൽ പോയിൻ്റ് എത്തി. ഇതൊരു വാച്ച് ടവറാണ്. ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് താഴത്തേക്ക്. കണ്ടോ, നമ്മൾ സ്റ്റേ എടുത്തിരുന്ന കോട്ടേജൊക്കെയാണ് അവിടെ താഴത്ത് കാണുന്നത്. ആ കോട്ടേജ് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, ആ റോഡൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ഇന്നലെ അവിടെ താഴത്തു നിന്നാണ് ഈ വാച്ച് ടവർ കണ്ടായിരുന്നത്. അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കുന്നത്. ഈ കാണുന്ന റോഡ്, സ്ട്രെയിറ്റ് കാണുന്ന റോഡാണ് കൊടൈക്കനാലിലേക്ക്. അങ്ങനെ അങ്ങ് പോകും, കൊടൈക്കനാൽ വരെ പോകും. ഇവിടം വരെ വരാൻ പറ്റുള്ളൂ, ഈ പോയിൻ്റ് വരെ നമുക്ക് കോമൺ പബ്ലിക്കിന്. അതിനപ്പുറത്തേക്ക് ഇവിടെ അല്ല, അത് കാട് പിടിച്ചടക്കാൻ വഴി മുഴുവൻ. അതങ്ങ് കൊടൈക്കനാൽ വരെ പോകും. അവിടെ നിന്ന് അങ്ങനെ ഒരു 30 കിലോമീറ്റർ അടുത്തുണ്ട് കൊടൈക്കനാലിലേക്ക്. പഴയ എസ്കേപ്പ് റൂട്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിതാണ്. മൂന്നാറും കൊടൈക്കനാലും തമ്മിലുള്ള ഷോർട്ട് കട്ട് പോലെ കണക്ടിവിറ്റി ആയിട്ട് അവർക്ക് വേൾഡ് വാറിൻ്റെ സമയത്ത്. ഈ വാച്ച് ടവറിൻ്റെ മേലെ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ആ പുൽമേടൊക്കെ നമുക്ക് നമ്മൾ ഇന്നലെ സ്റ്റേ എടുത്ത ആ കോട്ടേജും അതിന് ചുറ്റുമുള്ള പുൽമേടൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നേരെ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ എടുത്തായിരുന്നത്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ, ഇക്കോ ടൂറിസം സെൻറ്റർ. ഇതാ ഒരു ബസ് പോകണുണ്ട്, ഒരു KSRTC ബസ് പോകുന്ന ആ റോട്ടിൽ കൂടെ. വട്ടവടയ്ക്ക് പോകുന്ന ബസ്സായിരിക്കും അത്. എന്ത് ഭംഗിയാലേ ഇവിടെ നിന്ന് കാണാൻ. ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെ. എനിക്ക് വളരെയധികം അമേസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്ന ഒരു നാഷണൽ പാർക്കാണത്, പാമ്പാടി ഷോല നാഷണൽ പാർക്ക്. ഈ മൂന്നാർ വട്ടവട റൂട്ടിൽ കിടക്കുന്ന ഈ നാഷണൽ പാർക്ക് പറയാതെ വയ്യ, ഒരു രക്ഷയില്ലാത്ത നാഷണൽ പാർക്ക് തന്നെ. അടിപൊളി. വാച്ച് ടവർ വരെയാണ് ദ ഗ്രേറ്റ് എസ്കേപ്പ് ട്രെയിൽ വരുന്നത്. അപ്പോൾ വാച്ച് ടവർ എത്തിക്കഴിയുമ്പോൾ ആ ട്രെയിൽ അവസാനിക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് മടങ്ങുന്നത്, അതായത് ആ വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന്
താഴത്തോട്ടേക്ക് ഇറങ്ങുന്നു. ആ കുന്ന് താഴത്തോട്ടേക്ക് ഇറങ്ങി ഗ്രാസ് ലാൻഡ്സ് കോട്ടേജൊക്കെ ഉള്ള സ്ഥലത്തോട്ടേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കൺക്ലൂഷൻ വീഡിയോന് മുന്നേ ആയിട്ട് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാമ്പാട് ഷോള നാഷണൽ പാർക്കിൽ വന്ന് നമ്മൾ ഒരു ഫുൾ ഓൾ ഇൻ ഓൾ ട്രക്കിംഗ് കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കുഞ്ഞു നാഷണൽ പാർക്കാണെങ്കിലും പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയേക്കണ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പിന്നെയും പിന്നെയും ഈ നാഷണൽ പാർക്കിൽ വരാനായിട്ടുള്ളൊരു ഫീല് തരുന്നുണ്ട്. സോ നമ്മുടെ എസ്കേപ്പ് റൂട്ട് ട്രെയിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെ ഉള്ളൂ പരിപാടി. അപ്പോൾ അങ്ങനെ നമ്മുടെ എസ്കേപ്പ് റൂട്ട് ട്രെയിൽ നമ്മുടെ കഴിഞ്ഞു. പാമ്പാട് ഷോള നാഷണൽ പാർക്കിൻ്റെ നമ്മുടെ എക്സ്പ്ലോറേഷനും കഴിഞ്ഞു. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ അടുത്തൊരു ലൊക്കേഷനായിട്ട് ഇനിയും കാണാം. അപ്പോൾ കെവിൻ സ്കാം സൈനിങ് ഓഫ് ഫ്രം പാമ്പാട് ഷോള നാഷണൽ പാർക്ക്.